Hi dears, welcome back to our channel. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് ഫസ്റ്റ് തന്നെ അതിന് ആവശ്യമുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ക്രിസ്റ്റൽസ് ആണ് എടുത്തിരിക്കുന്നത്. 2mm സൈസ് വരുന്ന 4mm സൈസ് വരുന്ന ക്രിസ്റ്റൽസ് എടുത്തിട്ടുണ്ട്. ഗ്രീനും റെഡും കളേഴ്സ് ആണ്. പിന്നെ ജംപ് റിങ്സ് 2 എണ്ണം, ഒരു ഹുക്ക്, പിന്നെ കോർക്കാനായിട്ടുള്ള ബീഡിങ് വയറാണ്. ഇവിടെ ഫിഷിംഗ് വെയർ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഏത് ടൈപ്പ് ത്രെഡ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ കട്ട് ചെയ്യാനായിട്ട് ഒരു കത്രിക അല്ലെങ്കിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു കട്ടർ. ലാസ്റ്റ് നമുക്ക് ഈ ലൈറ്റർ കൂടി ഒന്ന് ആവശ്യമുണ്ട്. ഇത്രയും മെറ്റീരിയൽസാണ് നമുക്ക് ഇന്ന് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്കിനി എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ബ്രേസ്ലെറ്റിന് എത്ര ലെങ്ത്താണോ വേണ്ടത് അത് കണക്കാക്കിയിട്ട് അത്രയും ലെങ്ത്തിൽ ത്രെഡ് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 60 സെൻറ്റിമീറ്റർ വരുന്ന ലെങ്ത്തിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രയും ഒരു പീസ് കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്കതിൽ ജംപ് റിങ്ങാണ് ആദ്യം കോർക്കുന്നത്. അപ്പോൾ 2 വരി ആണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ജംപ് റിങ് കോർത്തിട്ട് കറക്റ്റ് ഈ നൂലിൻ്റെ നടുവിൽ കൊണ്ട് വെക്കുക. എന്നിട്ട് 2-3 കെട്ടൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്യുക. അപ്പോൾ അത് കോർത്ത് 2 അറ്റവും ഒപ്പം പിടിച്ച ശേഷം 2 കെട്ടിട്ട് നല്ല ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്ത ശേഷം നമുക്ക് കോർത്ത് തുടങ്ങാം. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ സിമ്പിളായിട്ട് സാധാരണ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡിലാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാതെ ഗിയർ ലോക്കെല്ലാം യൂസ് ചെയ്തിട്ട് അങ്ങനെയൊന്നുമില്ല. സിമ്പിളായിട്ട് നമുക്ക് മുത്തും നൂലും ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ഇതിങ്ങനെ നടുവിൽ വെച്ച ശേഷം 2-3 കെട്ടിയിട്ട് നല്ല ടൈറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ എടുത്തിട്ട് ലോക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, ഏറ്റവും സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കെട്ടിട്ട ശേഷം നമുക്ക് ബീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ 2 അറ്റും ഒപ്പം പിടിച്ചിട്ട് ഒരു മുത്ത്, അതായത് 2mm സൈസ് വരുന്ന ഗ്രീൻ കളർ ക്രിസ്റ്റൽ ഒരെണ്ണമാണ് കോർക്കുന്നത്. ഈ ആദ്യത്തെ ഒരു മുത്ത് മാത്രമാണ് നമ്മൾ 2 നൂലും ഒരുമിച്ച് കോർക്കുന്നത്. ബാക്കി എല്ലാം നമ്മൾ 2 വരിയിൽ വേറെ വേറെ ആയിട്ട് തന്നെയാണ് കോർത്ത് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് മുത്ത് നമ്മളിങ്ങനെ കോമൺ ആയിട്ട് കോർത്തു, അതായത് ജംപ് റിങ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ മുത്ത് കോർത്തു. അതിനുശേഷം നമ്മൾ 2 നൂലിലും വേറെ വേറെ കോർക്കുകയാണ്. 3 ക്രിസ്റ്റൽ വെച്ചിട്ടാണ് ഓരോ ത്രെഡിലും കോർക്കുന്നത്. അപ്പോൾ 3 മുത്ത് നമ്മൾ ഒരു ത്രെഡിൽ കോർത്തു. ഇനി മറ്റേ നൂലിലും ഇതേപോലെ 3 മുത്ത് കോർക്കാം. 2 സൈഡിലും 3 മുത്ത് കോർത്ത ശേഷം നമുക്ക് ഓരോ റെഡ് കളർ മുത്ത് 2 ഭാഗത്തും കോർക്കാം. ഇപ്പോൾ നമ്മൾ 2 ഭാഗത്തും കോർത്ത് കഴിഞ്ഞു. അതായത് ആദ്യം ഒരു മുത്ത് നമ്മൾ കോമൺ ആയിട്ട് 2 നൂലും കോർത്തു. പിന്നെ 2 ഭാഗത്തും വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ 3 മുത്ത് വെച്ചിട്ട് ഓരോ ത്രെഡിലും കോർത്തു. ഇനി നമ്മൾ 2 നൂലിലും ഈ 4mm സൈസ് വരുന്ന റെഡ് കളർ മുത്ത് ഓരോന്ന് കോർക്കുകയാണ്. 2 നൂലിലും കോർത്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഗ്രീൻ കളർ മുത്തും ഒരെണ്ണമാണ് കോർക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ 2 സൈഡിലും ഗ്രീൻ കോർത്ത് കഴിഞ്ഞാൽ പിന്നെ റെഡ് കോർത്തു, പിന്നെ ഗ്രീൻ. അതായത് ഒരു മുത്തെടുത്തിട്ട് ഒരു ഭാഗത്ത് കോർത്ത് മറ്റേ നൂലെടുത്തിട്ട് അതേ മുത്തിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് കോർക്കുക. എന്നിട്ട് 2 ത്രെഡും ഒരുമിച്ച് പിടിച്ച് 2 ഭാഗത്തോട്ടും ഇതുപോലെ വലിക്കുക. വലിച്ചു കഴിയുമ്പോൾ ഇതിങ്ങനെ ടൈറ്റ് ആവും. അതായത് 2 റെഡ് കളർ മുത്തിൻ്റെ നടുവിലായിട്ട് ഒരു ഗ്രീൻ കളർ മുത്ത് വരുന്ന പോലെ നമുക്ക് കിട്ടും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 2 ഭാഗത്തും ഇതേപോലെ 3 ക്രിസ്റ്റൽസ് കോർത്തു. ഇനി നമ്മൾ നേരത്തെ കോർത്ത പോലെ തന്നെ 2 ഭാഗത്തും ഓരോ റെഡ് കളർ ക്രിസ്റ്റൽ കോർക്കും. ഇതന്നെ ഇനി ഈ പ്രൊസീജിയറാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഓരോ സ്റ്റെപ്പിലും. അപ്പോൾ ആദ്യം 3 ക്രിസ്റ്റൽസ് 2 ഭാഗത്ത് കോർത്തു, പിന്നെ 2 റെഡ് കളർ മുത്ത് ഓരോന്ന് കോർത്തു. ഇനി ഒരു ഗ്രീൻ കളർ മുത്ത് നമ്മൾ കോമൺ ആയിട്ട് നടുവിൽ കോർക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് ആയിട്ട് വലിച്ച് ടൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു ഷേപ്പ് വരും. അപ്പോൾ ഒരു ഈസി പാറ്റേൺ ആണിത്. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ട ഈ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ കോർത്ത് കഴിഞ്ഞാൽ വീണ്ടും 2 ഭാഗത്തും 3 ക്രിസ്റ്റൽ, അതായത് ഗ്രീൻ കളർ മുത്ത് 3 എണ്ണം കോർക്കുക. വീണ്ടും 2 ഓരോ റെഡ് കോർക്കുക. പിന്നെ നടുവിൽ കോമൺ ആയിട്ട് ഒരു ഗ്രീൻ കളർ ചെറിയ ക്രിസ്റ്റൽ കോർക്കുക. ഇതേ പ്രൊസീജിയറിൽ നമുക്ക് എത്ര ലെങ്ത്ത് വേണം അത്രയും നമ്മൾ കോർക്കുക ചെയ്യുന്നത്. അപ്പോൾ റെഡ് കളർ ബീഡ്സ് 10 പെയറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിൻ്റെ എല്ലാം ഇടയിൽ 7 ഗ്രീൻ കളർ ക്രിസ്റ്റൽസ് വരുന്ന പോലെ ഇത്രയും ലെങ്ത്തിൽ കോർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഒരു ഗ്രീൻ കളർ മുത്ത് കോർത്ത് നമ്മൾ അവസാനിപ്പിച്ചു. ഇനി ആദ്യം നമ്മളൊരു ജംപ് റിങ് കോർത്ത പോലെ തന്നെ അവസാനം ഒരു ജംപ് റിങ് കോർത്ത് ഒരു നൂലിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് 2-3 കെട്ടൊക്കെ ഇട്ട് നല്ല ടൈറ്റ് ചെയ്യുക. പിന്നെ ഇവിടെ ഹുക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് S ഷേപ്പ് വരുന്ന ഒരു ഹുക്കാണ്. അതായത് കൊണ്ട് തന്നെ നമുക്ക് 2 ഭാഗത്തും ജംപ് റിങ് കോർത്ത ശേഷം ലാസ്റ്റ് 2ലും കൂടി ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി വേറെ ഏത് ടൈപ്പ് വേണമെങ്കിലും ഹുക്ക് നമുക്ക് യൂസ് ചെയ്യാം. അതാണെങ്കിൽ ഈ ജംപ് റിങ് ജസ്റ്റ് ഒന്ന് അകത്തിയിട്ട് അത് ഈ ഹുക്ക് ഇതിലോട്ട് കോർത്ത് ജംപ് റിങ് ക്ലോസ് ചെയ്താൽ മതി. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ്. അപ്പോൾ മൊത്തം നമ്മൾ കെട്ടിട്ട് കഴിഞ്ഞാൽ എക്സ്ട്രാ വരുന്ന ത്രെഡ് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ യങ്കാസ് പെയറാണ്. അതായത് ഫിഷിംഗ് വെയർ കുറച്ച് മിനുസുള്ള ടൈപ്പ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഊരി വരും. അതുകൊണ്ട് ലാസ്റ്റ് ഒന്ന് ഇതുപോലെ ഫ്ലെയിമിൽ കാണിച്ച് ഉരുക്കി വെക്കുക. അപ്പോൾ അത് സ്ട്രോങ് ആയി അവിടെ ഇരുന്നോളും. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബ്രേസ്ലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഹുക്ക് അതിലോട്ട് കോർക്കാം.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.